ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ വിഭവം കാട സെമി ഗ്രേവി. കാടയ്ക്ക് തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും, 1000 കോഴിക്ക് അരക്കാട എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ 3 കാട എടുത്തിട്ടുണ്ട്. ഇനി കാടയ്ക്ക് വേണ്ടിയ ഐറ്റങ്ങളുള്ള നമ്മൾ നോക്കാം. ബദാം, കാഷ്നട്ട്, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സവാള, കൊത്തമല്ലി തഴ, ഇതെല്ലാം മിക്സിലോട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കുന്നതാണ്. അതിൽ ബദാം, കാഷ്നട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, എരിവിന് വേണ്ടിയാണ് പച്ചമുളക്, സവാള, ഇതിൽ മല്ലിത്തഴ, ഒരു മിൻറ്റും കളറിന് വേണ്ടിയാണത്. ഇത് വെള്ളം ഒഴിക്കാണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അരച്ചെടുത്ത ശേഷം നമ്മുടെ കാട എടുത്തിട്ട് നന്നായിട്ടൊന്ന് വരയിട്ട് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ പേസ്റ്റ് ഇതിലോട്ട് നമ്മുടെ കാടയിലോട്ട് ഒഴിച്ചിട്ട് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ പറഞ്ഞാൽ ഉൾഭാഗത്തൊന്ന് അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പുറത്ത് മരിയുമ്പോൾ ആ ഉള്ളിൽ ഉള്ള പേസ്റ്റ് ഒന്ന് നന്നായി വെന്ത് കിട്ടും. അത് പ്രത്യേക ടേസ്റ്റാണ്. അത് ചെയ്ത് നോക്കുന്നതാണ്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം. കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് പിന്നെ പറയാം. ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ സുന്ദര കുട്ടപ്പന്മാർ അങ്ങോട്ട് കിടക്കട്ടെ. ഇനി അപ്പോഴേക്കും നമ്മൾ ഗ്രേവിക്കുള്ള ഐറ്റങ്ങൾ റെഡിയാക്കാം. സവാള അതിന് വേണ്ടി ചെറുതായിട്ട് അറുത്ത് വയ്ക്കുക. തക്കാളി, പച്ചമുളക്, ചെറുനാരങ്ങ, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനായ ഉപ്പ്. ഇന്ന് നമ്മൾ ചിക്കൻ മസാല എടുത്ത്, നമ്മളുടെ മുമ്പത്തേതുള്ളതിലൊന്നും ചിക്കൻ മസാല നമ്മൾ എടുത്തില്ല. ഇന്ന് ചിക്കൻ മസാല എടുത്തിട്ടുള്ളത്. പേന നന്നായി ചൂടാക്കിയിട്ട് നമ്മുടെ സുന്ദര കുട്ടന്മാർ അരമണിക്കൂർ കിടന്ന് സെറ്റായിട്ടുണ്ട്. നമ്മുടെ പേസ്റ്റൊക്കെ അങ്ങോട്ട് ടൈറ്റിൽ പിടിച്ചിട്ടുണ്ട്. ഇത് വറുത്തെടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കും. നമ്മൾ ചെയ്യുന്ന വിഭവങ്ങളൊക്കെ മാക്സിമം നമ്മൾ നോക്കി അറിയാം വെളിച്ചെണ്ണയിലാണ്. അത് പ്രത്യേക ടേസ്റ്റ് കിട്ടും. എന്നിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മൊരിഞ്ഞ ശേഷം അതങ്ങോട്ട് മാറ്റുക. ഇത് 100% മൊരിയാൻ വെക്കേണ്ട, ഒരു 80% അങ്ങോട്ട് മൊരിഞ്ഞ് നമ്മുടെ ആ പേസ്റ്റൊക്കെ നന്നായി മൊരിഞ്ഞ് നമുക്ക് എടുത്താൽ മതി. അങ്ങനെ നമ്മളത് 3 മൊരിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഗ്രേവിക്കുള്ള ഐറ്റം നോക്കാം. നമ്മുടെ പാനിൽ സവാള അങ്ങോട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് തന്നെ ഇടുക. നല്ല രീതിയിൽ ക്രഷ് ചെയ്ത് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പിടുക. ഉപ്പ് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ അത് പെട്ടെന്ന് വണങ്ങി കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് അങ്ങോട്ട് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതൊക്കെ ഒരു ബ്രൗൺ കളറിൽ വരുന്നു. ഈ പരുവത്ത് ഈ ബ്രൗൺ കളർ എത്തിയ ശേഷം തക്കാളി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ബ്രൗൺ കളറിൽ എത്തിയ ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ തക്കാളിയുടെ നീരുള്ള കാരണം അത് നമ്മുടെ സവാള പെട്ടെന്ന് വണങ്ങില്ല. അതാണ് നമ്മൾ അപ്പോഴേ മാറ്റി വെച്ച് പറഞ്ഞില്ലേ, അത് ഇതിനായിരുന്നു ഈ ഗ്രേവിക്കകത്ത്. എന്ന് പറഞ്ഞാൽ ബദാമും കാഷ്നട്ട് എല്ലാം ഉള്ള കാരണം അത് പ്രത്യേകം നമ്മുടെ ഗ്രേവിക്ക് തന്നെ ഒരു നല്ല ടേസ്റ്റ് കൊടുക്കും. പിന്നെ അതിൽ നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഗരം മസാല ഒരു 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു ശകലം, നമ്മൾ ചിക്കൻ മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്, ആവശ്യത്തിനായ ഉപ്പ്, അതെല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അങ്ങോട്ട് കൊടുത്ത ശേഷം ഒന്ന് പെപ്പറിൻ്റെ എരിവാണ് നമുക്ക് ശരിക്കും വേണ്ടത്. വേറെയുള്ള എരിവിനേക്കാളും ഒരു സുഖം കഴിക്കാൻ പെപ്പറിനാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ നാരങ്ങ നീര് അതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാവിടെയും പിടിപ്പിച്ച ശേഷം ഒരു 1.5 ഗ്ലാസ് വെള്ളം അതിലോട്ട് ഒന്ന് ഒഴിച്ച് നല്ല തിള വന്ന ശേഷം നമ്മുടെ സുന്ദര കുട്ടപ്പന്മാരിനെ എടുത്ത് അതിലോട്ട് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കുക. ഇറക്കി അങ്ങോട്ട് വെച്ച ശേഷം അവരിനെ അങ്ങനെ കുളിപ്പിക്കുക. നല്ല രീതിയിൽ ഞങ്ങളുടെ മസാല ഇട്ടിട്ട് മുകളിൽ അങ്ങനെ കുളിപ്പിക്കണം. എല്ലാവിടെയും മസാല എത്തുന്ന പോലെ തന്നെ അതിനെ കുളിപ്പിച്ച്
എല്ലാവിടെയും അങ്ങോട്ട് തിരിച്ചൊക്കെ ഒന്ന് കൊടുത്തിട്ട് നമ്മുടെ കാടയ്ക്കകത്ത് നല്ല മസാല പിടിക്കണം. ഈ പരുവത്ത് എല്ലാവിടെയും എത്തണം. അതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് അതൊന്ന് അടച്ച് വയ്ക്കുക. ആ ആവിക്കകത്ത് അങ്ങോട്ട് മസാല പിടിക്കാൻ വേണ്ടി. അപ്പോൾ നല്ല പിടിച്ച് നല്ല മണം, കാടേൻ്റെ നമ്മുടെ ഗ്രേവിൻ്റെ എല്ലാമായിട്ട് നല്ല മണം വരുന്നുണ്ട്. അതങ്ങോട്ട് നമ്മൾ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് സെർവ് ചെയ്യാം. ഇത് ചോറിനും നെയ്ച്ചോറ്, പത്തിരി, നൂൽപുട്ട്, പൊറോട്ട ഇതിനൊക്കെ ബെസ്റ്റ് സാധനമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ റിസൾട്ടായിരിക്കും. അതിൻ്റെ ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.